നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. രക്തസാക്ഷികളുടെ ധീരതയാർന്ന ജീവിതമാണ് സഭയ്ക്കെന്നും പ്രചോദനമായി നിൽക്കുക. വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അവസാനത്തെ അപ്പസ്തോലിക പ്രബോധനം ഗൗദേത്തെ എത്ത് എക്സുൾത്താത്തെ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. പ്രബോധനത്തിൻ്റെ കേന്ദ്ര പ്രമേയം ജീവിത വിശുദ്ധിയാണ്. നിങ്ങളെ മറ്റുള്ളവർ പീഡിപ്പിക്കുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിനെന്ന മത്തായി സുവിശേഷകൻ 5-ാം അധ്യായം 12-ാം തിരുവചനമാണ് തൻ്റെ പ്രബോധനത്തിൻ്റെ തലക്കെട്ടായി മാർപ്പാപ്പ തിരഞ്ഞെടുത്തത്. സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെ തീഷ്ണതയുള്ള വിശ്വാസ സമൂഹം നെഞ്ചിലേറ്റിയ വചനമാണിത്. മറ്റുള്ളവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആരംഭം മുതൽ ഇന്ന് വരെ നമുക്ക് കാണാം ധാരാളം വിശുദ്ധരായ രക്തസാക്ഷികളെ. അവർ യേശുവിന് വേണ്ടി ജീവൻ ത്യജിച്ചു. അവരുടെ സമർപ്പണം, രക്തം ചിന്തൽ, അത് സഭയ്ക്ക് കരുത്താണ്, ശക്തിയാണ്, പ്രചോദനമാണ്, വലിയ സാക്ഷ്യമാണ്. ആ സാക്ഷ്യത്തിൻ്റെ നിറവിലാണ് നാം മുന്നോട്ട് പോകുന്നത്. നമ്മെ അത്ഭുതപ്പെടുത്തുക, മരണം മുൻപിലേക്ക് കൈനീട്ടി കടന്നു വരുമ്പോൾ സുന്ദരമായി ചിരിച്ചുകൊണ്ട് അതിനെ പുലുകുവാൻ എങ്ങനെ സാധിക്കും? അതിന് ദൈവം വലിയൊരു കൃപ നൽകുകയാണ്. ആ പാഠമാണ് രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഈ പഠന പരമ്പരയിൽ നാം പരിശോധിക്കുക. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് പ്രചോദനമായി നാം പഠിക്കുന്നത് കുടുംബജീവിതത്തിലായിരിക്കുമ്പോഴും എങ്ങനെ വിശുദ്ധിയായി ജീവിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച എല്ലാവർക്കും പ്രിയങ്കരിയായ വിശുദ്ധ സിസിലി. റോമ സാമ്രാജ്യത്തിലെ രക്തസാക്ഷികളിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്ന വിശുദ്ധയാണ് വിശുദ്ധ സിസിലി. ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഏറെ സവിശേഷതയുള്ള വിശുദ്ധയായ അവൾ തൻ്റെ സ്വർഗീയ മണവാളനോടുള്ള ദിവ്യമായ പ്രണയത്താൽ ഇന്നും സ്മരിക്കപ്പെടുന്നു. ജീവിതകാലം മുഴുവൻ സകല ക്രൈസ്തവർക്കും ധീരോദാത്തമായ മാതൃകയായിരുന്ന വിശുദ്ധ സിസിലിയും അവളുടെ ഭർത്താവും സഹോദരനും രക്തസാക്ഷിത്വം വരിക്കുന്നത് AD 230 അലക്സാണ്ടർ സെവേരിയസ് ചക്രവർത്തിയുടെ മതമർദ്ദന കാലത്താണ്.
ഒരു കുലീന കുടുംബത്തിലെ അക്രൈസ്തവ മാതാപിതാക്കൾക്ക് ജനിച്ചുവെങ്കിലും ചെറുപ്പത്തിൽ തന്നെ ക്രിസ്ത്യാനിയായി തീരുകയും വിവാഹിതയായെങ്കിലും കന്യാത്വം സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധയായി തീരുകയും ചെയ്ത വിശുദ്ധ സിസിലി അനേകായിരങ്ങൾക്ക് ആവേശവും മാതൃകയുമായി മാറി. പിതാവേ, വിശുദ്ധ സിസിലിയയുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാമോ? വിശുദ്ധ സിസിലി റോമിലാണ് ജനിച്ചത്, 3-ാം നൂറ്റാണ്ടിൽ. വിശുദ്ധയുടെ ജീവിതം എന്നും പ്രചോദനം നൽകുന്നതാണ്. വിശുദ്ധ കുലീനമായൊരു കുടുംബത്തിൽ, കത്തോലിക്ക കുടുംബത്തിൽ, ക്രിസ്ത്യാനികളുടെ കുടുംബത്തിലാണ് അവൾ ജനിച്ചത്. അവളുടെ പിതാവ് ഒരു പ്രഭുവായിരുന്നു. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലം വളരെ സമൃദ്ധമായിരുന്നു. കുടുംബജീവിതത്തിൽ കത്തോലിക്ക വിശ്വാസികൾ എപ്രകാരം ജീവിക്കണമെന്ന് അവളുടെ മാതാപിതാക്കൾ അവളെ നന്നായി പഠിപ്പിച്ചിരുന്നു. ആ വിശ്വാസം അവൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചു. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഈശോയോടുള്ള സ്നേഹത്താൽ അവളുടെ ഹൃദയം നിറഞ്ഞിരുന്നു. ആ സ്നേഹമാണ് അവളെപ്പോഴും ജീവിതത്തിൽ പുലർത്തിയിരുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടിയിട്ട് അവൾ പൂർണ്ണമായിട്ട് യേശുവിന് സമർപ്പിക്കുക. യേശുവാണ് എൻ്റെ മണവാളൻ, ഞാൻ ആ യേശുവിൻ്റെ മണവാട്ടിയാണ്. ഈ ഒരു ചിന്ത അവളിൽ വളരെ ശക്തിയുള്ളതായിട്ട് ഹൃദയത്തിൽ പതിഞ്ഞു. അതുകൊണ്ട് അവളുടെ ജീവിത ശൈലിയെല്ലാം, ജീവിത രീതികളെല്ലാം അപ്രകാരമായിരുന്നു. സുഖലോലുപത നിറഞ്ഞ, ആഡംബരം നിറഞ്ഞ, അധാർമികത നിറഞ്ഞ, കുത്തഴിഞ്ഞൊരു ജീവിതമായിരുന്നു റോമിലുണ്ടായിരുന്നത്. എന്നാൽ നല്ലൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ വിശുദ്ധ സിസിലി അത്തരം പ്രചോദനങ്ങൾക്കൊന്നും തന്നെ കീഴ്പ്പെടാതെ നൈർമല്യമുള്ള ജീവിതം, ഒരു ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്നുള്ള രീതിയിലുള്ളൊരു ജീവിതം അവൾ നയിച്ചു വന്നിരുന്നു. ഇതാണ് അവളുടെ കുടുംബ പശ്ചാത്തലവും ജീവിത രീതികളും നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ സിസിലി മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വിവാഹിതയായെങ്കിലും അവളുടെ അക്രൈസ്തവനായിരുന്ന ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ജീവിക്കുവാൻ തീരുമാനമെടുത്തു. പൂർണ്ണ വിശുദ്ധിയോടെ ഒരു പനിനീർപ്പൂ പോലെ ദൈവത്തിന് സ്വയം സമർപ്പിക്കുവാനുള്ള അവളുടെ തീരുമാനത്തെ സ്വർഗം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയായിരുന്നു. വിശ്വാസിയല്ലാതിരുന്നിട്ടും അവളുടെ ഭർത്താവ് വലേരിയൻ അവളോട് അനുഭാവപൂർവം പ്രവർത്തിക്കുകയും അടുത്ത നാളുകളിൽ തന്നെ അയാൾ ഒരു ഉത്തമ ക്രൈസ്തവനായി മാറുകയും ചെയ്യുകയായിരുന്നു. വിശുദ്ധ സിസിലിയുടെ സമർപ്പണമായിരുന്നു എല്ലാത്തിൻ്റെയും ആരംഭം. പിതാവേ, വിവാഹിതയായ ഒരു വിശുദ്ധയായിരുന്നല്ലോ വിശുദ്ധ സിസിലി. ഈ വിശുദ്ധയുടെ കുടുംബജീവിതം എപ്രകാരമുള്ളതായിരുന്നു? വിശുദ്ധ വലേറിയൻ എന്ന വലിയ ഒരു പ്രഭുവിൻ്റെ മകൻ വിവാഹാലോചനയായിട്ട് വന്നു. അപ്പോൾ വിശുദ്ധിയുടെ പിതാവ് ആ വിവാഹാലോചന വളരെ നല്ലത്, കാരണം അങ്ങനെയല്ലേ പെൺകുട്ടികൾക്ക് നല്ല വരനെ കിട്ടണമെന്നല്ലേ അവരുടെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ട് അവർ ക്രിസ്ത്യാനി ആയിരുന്നില്ല, എന്നാൽ അവൾ വലിയ പ്രഭു കുടുംബത്തിൽ, ഇവരെക്കാളുമൊക്കെ ഈ സിസിലിയുടെ കുടുംബത്തെക്കാളും വലിയ പ്രഭു കുടുംബമായിരുന്നു വലേറിയൻ്റേത്. അപ്പോൾ ഒരു ആലോചന വന്നപ്പോൾ വളരെ സന്തോഷമായി. ഈ ആലോചന വിശുദ്ധ സിസിലിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ പിതാവ് നിർബന്ധിച്ചപ്പോൾ, അതുവഴി കുടുംബത്തിനുണ്ടാകുന്ന ബഹുമാനത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ സിസിലി ഈ വിവാഹത്തിന് സമ്മതിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ വിശുദ്ധ സിസിലി ഒരു കാര്യം ഭർത്താവിനോട് പറഞ്ഞു: ഞാൻ ഒരാൾക്കായിട്ട് ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്, ഇനി നമ്മൾ തമ്മിൽ ശാരീരികമായ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല, ഞാൻ കന്യകയായിട്ട് തന്നെ ജീവിക്കും, അതിന് നിങ്ങളെന്നെ അനുവദിക്കണം. അത് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നതാണ്. മാലാഖ വഴി ദൈവം ഈശോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവിതം മുഴുവനും കർത്താവിനായിട്ട് സമർപ്പിക്കണം. അതുകൊണ്ട് നിങ്ങളെന്നെ ഉപദ്രവിക്കരുത്, ശല്യപ്പെടുത്തരുത്, ഞാൻ സമർപ്പിക്കും. അങ്ങനെ ഒരു സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാർ വിശുദ്ധിയിൽ എങ്ങനെ ജീവിക്കാം, അവരുടെ കുടുംബത്തിലുള്ള കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ എന്നത് പഠിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് വിശുദ്ധിയുടെ ജീവിതം. ഒരു ഉത്തമ ക്രൈസ്തവന്റെ വിശ്വാസ മാതൃകയും ജീവിതശൈലിയും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നുവെന്നതിൻ്റെ ഉത്തമ ഉദാഹരണം കൂടിയാണ് വിശുദ്ധ സിസിലിയുടെ ജീവിതം. എല്ലാ പ്രതിബന്ധങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും പോലും
അവർക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതിനുള്ള അവസരങ്ങളായി ദൈവം തന്നെ ഒരുക്കുന്നു. വിശുദ്ധ സിസിലിയുടെ ഭർത്താവും അയാളുടെ സഹോദരനും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, ക്രിസ്തുവിനായി ജീവൻ സമർപ്പിക്കുവാൻ പോലും സന്നദ്ധരായി മാറിയെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. പിതാവേ, വിശുദ്ധ സിസിലിയുടെ ഭർത്താവ് അക്രൈസ്തവനായിരുന്നല്ലോ. അദ്ദേഹം എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്? ഭർത്താവിനോട് വിശുദ്ധ പറഞ്ഞു, നമുക്ക് ഒരു ലൈംഗിക ജീവിതം കുടുംബത്തിലുള്ളത് നമുക്കുണ്ടാകുകയില്ല, ഞാനൊരു കന്യകയായിട്ട് തന്നെ ജീവിക്കും. അപ്പോൾ ഒരു സംശയം ഭർത്താവ് വലേറിയന്, ഇവൾ ഏതോ മാലാഖ പറഞ്ഞെന്നോ എന്തോ ദർശനമുണ്ടായെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവൾ ആ ജീവിതത്തിൽ ആയിരിക്കുന്നത്. എന്നാൽ അത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണം, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം എന്ന് വിശുദ്ധയോട് വലേറിയൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ജ്ഞാനസ്നാനം സ്വീകരിക്കാമെന്ന് സമ്മതിച്ചാൽ ഞാൻ ഇത് നിനക്ക് ദൈവം മനസ്സിലാക്കി തരും. ഇപ്പോഴിത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുകയില്ല, എന്നാൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചാൽ മനസ്സിലാക്കി തരും. അപ്പോൾ വലേറിയൻ പറഞ്ഞു, എനിക്ക് ഒരു കൃത്യമായ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു കന്യകാ ജീവിതം വേണം, അതാണ് നല്ലതെന്ന് ഏതോ മാലാഖ പറഞ്ഞു. അപ്പോൾ ആ മാലാഖ നിന്നോട് പറഞ്ഞു എന്ന് എനിക്ക് തെളിവ് കിട്ടിയാൽ ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധ റോമിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് അവിടെ ഇപ്രകാരം ഒരു സ്ഥലം നിർദ്ദേശിച്ചു കൊടുത്തു. അവിടെ ഞാൻ നിൽക്കും, അപ്പോൾ അവിടെ വന്നാൽ കാണുവാൻ സാധിക്കും. ഇത് ഇങ്ങനെ ഒരു അടയാളം കൊടുത്തു. അവിടെ വിശുദ്ധ ചെന്നു. വലേറിയൻ അവിടെ ചെല്ലുമ്പോൾ വിശുദ്ധയുടെ അടുത്ത് ഒരു മാലാഖ വിശുദ്ധയെ പുഷ്പങ്ങളുടെ ഒരു കിരീടം അണിയിച്ചിട്ട് നിർത്തിയിരിക്കുന്നതായിട്ട് ഒരു ദർശനം വലേറിയന് ലഭിക്കുകയാണ്. വലേറിയന് മനസ്സിലായി തനിക്ക് ഇവൾ പറയുന്നത് പോലെ ഇവൾക്ക് ദർശനമുണ്ടായെന്നും ഇവൾക്ക് വിശുദ്ധിയുടെ ഒരു ജീവിതമാണ് നയിക്കേണ്ടത്, ഇവിടെ നൈർമല്യം ഞാൻ ഒരിക്കലും കെടുത്താൻ പാടില്ല. അങ്ങനെ ആ തീരുമാനം എടുക്കുകയും വിശുദ്ധ വലേറിയൻ തന്നെ അവിടെ നിൽക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ഒരു ബോർഡിൽ എഴുതി ഇപ്രകാരം ഒരു ബോർഡ് കൊണ്ടുവന്നു, ഒരു കർത്താവ്, ഒരു വിശ്വാസം, ഒരു മാമോദീസ. ഇത്തരം ഇതുകൂടി കണ്ടപ്പോഴേക്കും വലേറിയൻ മാമോദീസ സ്വീകരിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, വിശുദ്ധ സിസിലിയെ അവളുടെ ജീവിതത്തിൽ, വിരക്തി നിറഞ്ഞ ജീവിതത്തിൽ അവളെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു. കാരണം അവൾ ചെറുപ്പത്തിൽ തന്നെ ഒരു വിരക്തിയുടെ ജീവിതം, ഭക്ഷണം ഉപവസിക്കുക, നിങ്ങളൊക്കെ ഉപവസിക്കാറുള്ളതല്ലേ ഇടയ്ക്ക്, വല്ലപ്പോഴും ഉണ്ടായിരിക്കില്ലേ, അങ്ങനെ ഒരു ഉപവാസത്തിൻ്റെ അവൾ ധരിച്ചിരുന്ന വസ്ത്രം പരിപരുത്തതായിരുന്നു. ചണവസ്ത്രങ്ങൾ, പരിപരുത്ത വസ്ത്രങ്ങൾ അവർ ധരിക്കുമായിരുന്നു പ്രായശ്ചിത്തമായിട്ട്. അതങ്ങനെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മാംസമൊക്കെ നമ്മൾ ഉപേക്ഷിക്കാറില്ലേ നോമ്പുകാലത്ത്? മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, നോമ്പുകാലത്ത് ഇറച്ചി കഴിക്കരുത്, മാംസം കഴിക്കരുത്, അങ്ങനെയൊക്കെയല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പരിശീലനം അവൾക്ക് കിട്ടിയിരുന്നു. അങ്ങനെയുള്ള ജീവിതം അവൾ തുടർന്നു. അത് തുടർന്ന് വിശുദ്ധ വലേറിയനും അവളുടെ ഭാര്യയെ വിശുദ്ധ സിസിലിയെ പിന്തുടരുവാൻ അനുവദിച്ചു. അത് മാത്രമല്ല വിശുദ്ധ വലേറിയൻ ചെയ്തത്, തൻ്റെ സഹോദരനോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ യേശുവാണ് സത്യദൈവം, യേശുവിനെ നമുക്ക് ആരാധിക്കാം, യേശുവിനെ നമുക്ക് വിശ്വാസത്തിൽ സ്വീകരിക്കാം. അങ്ങനെ അനുജനെ കൊണ്ടുവന്ന് വിശുദ്ധ സിസിലിയായിട്ട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു. അവർ സംസാരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ അനുജൻ, വലേറിയൻ്റെ അനുജനും ക്രിസ്ത്യാനിയായി തീർന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുക മാത്രമല്ല, സധൈര്യം ലോകത്തിന് സാക്ഷ്യം നൽകുന്നതിനും വൈമുഖ്യം കാണിക്കാതിരുന്ന ഒരു കുടുംബമായിരുന്നു സിസിലിയുടേത്. ക്രൈസ്തവർക്കായും അക്രൈസ്തവർക്കിടയിലും പ്രവർത്തിക്കുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അവർ ജീവിച്ചു. എന്നാൽ ക്രൂരമായ മതമർദ്ദനം നടന്നിരുന്ന അക്കാലത്ത് അവരും പിടിക്കപ്പെടുകയും ആദ്യം സിസിലിയുടെ ഭർത്താവും സഹോദരനും വധിക്കപ്പെടുകയും ചെയ്തു. ആ നാളുകളിലും സധൈര്യം സുവിശേഷം പ്രഘോഷിച്ച വിശുദ്ധ സിസിലി മരണം കൺമുന്നിലെത്തിയിട്ടും തെല്ലും പതറുകയോ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നതിൽ നിന്ന് വിരമിക്കുകയോ ചെയ്തില്ല. കൊലയാളികൾ അവളെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണയിൽ അവൾ സുരക്ഷിതയായിരുന്നതും അനേകരുടെ വിശ്വാസവർദ്ധനയ്ക്ക് കാരണമായി.
പിതാവേ, വിശുദ്ധ സിസിലിയുടെ രക്തസാക്ഷിത്വം എപ്രകാരമുള്ളതായിരുന്നു? ക്രിസ്ത്യാനികളായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? അവിടെ നിന്ന് നൽകുന്ന സന്ദേശം പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതല്ലേ. വലേറിയനും അനുജനും കൂടി പാവങ്ങളെ സഹായിക്കുകയാണ്. അങ്ങനെ പാവങ്ങളെ സഹായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മരിച്ചവരെ സംസ്കരിക്കുക എന്നുള്ളതാണ്. മരിച്ചവരെ സംസ്കരിക്കുക എന്നുള്ള വലിയ ശുശ്രൂഷ. അപ്പോൾ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ആ അവസരത്തിൽ അവരെ സംസ്കരിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടെ, ജ്യേഷ്ഠനും അനുജനും കൂടെ സംസ്കരിക്കുക. അങ്ങനെ ഒരു ക്രിസ്ത്യാനിയെ സംസ്കരിക്കുന്ന അവസരത്തിൽ ഇവർ പിടിക്കപ്പെട്ടു. ഇവർ പിടിക്കപ്പെട്ടപ്പോൾ ഇവരോട് വിശ്വാസം ഉപേക്ഷിക്കുവാൻ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് യേശുവിലാണ്, ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല എന്ന് തന്നെ വളരെ ശക്തമായിട്ട് പ്രഘോഷിച്ചു. അതുകൊണ്ട് ആ സമയം തന്നെ അവർ രണ്ടുപേരും വധിക്കപ്പെട്ടു. വലേറിയനും സഹോദരനും വധിക്കപ്പെട്ടു. ഇതറിഞ്ഞ സിസിലി അവരുടെ മൃതദേഹം എടുത്ത് സംസ്കരിച്ചു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് ഇവർ ക്രിസ്ത്യാനികളാണെന്നും ഇവർ പ്രത്യേകമായ ആചാരങ്ങളുള്ളവളാണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് വിശുദ്ധ സിസിലിയെ ഇതുപോലെ തന്നെ പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. റോമൻ പ്രീഫെക്റ്റ് ആവശ്യപ്പെട്ടെങ്കിലും അവളിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് വരുവാൻ, റോമൻ ദേവതമാരെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അത് ശ്രവിച്ചില്ല. പകരം അവൾ ധീരതയോടുകൂടി അവളുടെ വിശ്വാസം പ്രഘോഷിച്ചു. അങ്ങനെ വിശ്വാസം ആ അവസരത്തിൽ ധീരതയോടുകൂടി പ്രഘോഷിച്ചതുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ ശരീരത്തെ മലിനമാക്കുവാൻ നിങ്ങൾക്കൊന്നും കഴിയുകയില്ല, എൻ്റെ ആത്മാവിനെയും സ്പർശിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല, നിങ്ങൾക്ക് എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തുകൊള്ളാം. അപ്പോഴങ്ങനെ സംസാരിച്ചപ്പോൾ അവളെ കഴുത്ത് അറുത്ത് ഗളച്ഛേദം ചെയ്ത് അവളെ വധിച്ചു. അവളെ രക്തസാക്ഷിണിയായി തീർന്നു. അങ്ങനെ വിശുദ്ധ സിസിലിയും ഭർത്താവിനോടും അനുജനോടുമൊപ്പം നിത്യതയിലേക്ക് യേശുവിൻ്റെ സന്നിധാനത്തിലേക്ക് കടന്നുപോയി. ഇതാണ് അവളുടെ രക്തസാക്ഷി. ഇത് AD 177 ഇത് സംഭവിക്കുന്നത്. പിതാവേ, വിശുദ്ധ സിസിലിയുടെ ഭൗതിക ശരീരം എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്? വിശുദ്ധ രക്തസാക്ഷിയായി കഴിഞ്ഞപ്പോൾ അവളുടെ ഭൗതിക ശരീരം വിശുദ്ധ കലിസ്റ്റസ് മാർപ്പാപ്പയുടെ ഖബറിടത്തിന് സമീപമാണ് ക്രിസ്ത്യാനികൾ സംസ്കരിച്ചത്. എന്നാൽ പിന്നീട് 8-ാം നൂറ്റാണ്ടിൽ വിശുദ്ധയെക്കുറിച്ച് നന്നായിട്ട് അറിവുണ്ടായിരുന്നു. 8-ാം നൂറ്റാണ്ടിൽ ആ ഖബറിടം തുറന്ന് മറ്റൊരു മനോഹരമായ ദേവാലയം ഉണ്ടാകുകയും അവിടെ വീണ്ടും സംസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ റോമിൽ വളരെ അറിയപ്പെടുന്ന ഒരു ദേവാലയമാണ് വിശുദ്ധ സിസിലിയുടെ ദേവാലയം. 16-ാം നൂറ്റാണ്ടിൽ ഈ ദേവാലയം, വിശുദ്ധ സിസിലിയുടെ നാമത്തിലുള്ള ദേവാലയം, അവളുടെ ഖബറിടം അടങ്ങിയ ദേവാലയം പുതുക്കി പണിയാൻ ആരംഭിച്ചപ്പോൾ അവളുടെ ഖബറിടം ഒന്ന് തുറന്നപ്പോൾ അഴുകാത്ത ശരീരമാണ് അവിടെ കാണുവാൻ സാധിച്ചത്, വിശുദ്ധയുടെ ഖബറിടത്തിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രസിദ്ധനായൊരു ശില്പി, ആ ശില്പിയെ മാർപ്പാപ്പ ഈ ഖബറിടത്തിൽ വിശുദ്ധയുടെ ശരീരം കാണുവാൻ അനുവദിച്ചു. അപ്പോൾ വിശുദ്ധ അവിടെ തന്നെ, വിശുദ്ധയുടെ ഖബറിടത്തിന് മുകളിൽ തന്നെ മനോഹരമായ ഒരു മാർബിൾ രൂപം ശില്പി അവിടെ തീർക്കുക. അതിനുശേഷം ഇപ്രകാരം എഴുതി വെക്കുന്നുണ്ട്: ഞാൻ കണ്ടു ഒരു വിശുദ്ധയുടെ മുഖം, ഒരു കന്യകയുടെ മുഖം. ഞാൻ അപ്രകാരം എൻ്റെ മനസ്സിൽ പതിഞ്ഞ ആ ചിത്രം ഞാൻ ഈ മാർബിൾ ശില്പമായിട്ട് തീർക്കുകയാണ്. നിങ്ങൾക്ക് ഈ ശില്പം ആവേശം നൽകട്ടെ, വിശുദ്ധി നൽകട്ടെ. ആ ചരിത്രകാരനാം ശില്പി തൻ്റെ വലിയ ശില്പത്തോടൊപ്പം, വിശുദ്ധയുടെ ശില്പത്തോടൊപ്പം എഴുതി ചേർത്ത് വെച്ചിരിക്കുകയാണ്. തുടർന്ന് ഇന്ന് വലിയ തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് വിശുദ്ധ സിസിലിയുടെ ഖബറിടം. ദേവാലയ ഗായകരുടെ മധ്യസ്ഥയാണ് വിശുദ്ധ സിസിലി. ആ പ്രത്യേക സ്ഥാനത്തിന് അവളെ അർഹയാക്കിയതിന് പിന്നിൽ സവിശേഷമായ ചില കാരണങ്ങളുണ്ട്. വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ദൈവസ്തുതി പാടിയിരുന്നു എന്ന പാരമ്പര്യമാണ് പ്രധാനമെങ്കിലും സംഗീതത്തേക്കാൾ മധുരിതമായിരുന്ന അവളുടെ വ്യക്തിത്വത്തെ വിലമതിച്ചുകൊണ്ടാണ് സ്വർഗം അവളെ അംഗീകരിച്ചതെന്ന് തീർച്ച. സമാനതകളില്ലാത്ത വിശ്വാസ തീഷ്ണതയും തികഞ്ഞ സമർപ്പണവുമായിരുന്നു
അവളുടെ ഏറ്റവും വലിയ സവിശേഷത. പിതാവേ, സംഗീതജ്ഞരുടെ മധ്യസ്ഥയാണല്ലോ വിശുദ്ധ സിസിലി. തിരുസഭ എങ്ങനെയാണ് വിശുദ്ധയെ വണങ്ങുന്നത്? ലോകമെങ്ങുമുള്ള സംഗീതജ്ഞർ ഈ നവംബർ 22-ാം തീയതിയാണ് വിശുദ്ധയുടെ രക്തസാക്ഷി ദിനം. ലോകമെങ്ങുമുള്ള സംഗീതജ്ഞർ ആ ദിവസം പ്രത്യേകമായിട്ടുള്ള കോൺസേർട്ടുകൾ, സംഗീത ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നു. സഭയിൽ സംഗീതത്തിന് വലിയ സ്ഥാനമല്ലേ ഉള്ളൂ. ആരാധനാക്രമത്തിൽ പാട്ടുകൾക്ക് വലിയ സ്ഥാനമല്ലേ ഉള്ളത്. ഈ പാട്ടുകളുടെ എല്ലാം ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥ വിശുദ്ധയാണ്. വിശുദ്ധ സിസിലിയോട് പ്രാർത്ഥിച്ചാൽ പാട്ടില്ലാത്തവർക്ക് പോലും നന്നായിട്ട് പാടാൻ പറ്റും. നിങ്ങൾക്ക് വേണേൽ പരീക്ഷിക്കാം. നിങ്ങൾ നന്നായിട്ട് പാടുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. പാടാൻ അറിയത്തില്ലാത്തവർക്ക് പോലും വിശുദ്ധിയോട് പ്രാർത്ഥിച്ചാൽ താളവും ശ്രുതിയുമെല്ലാം വെളിപ്പെടുത്തി കിട്ടുന്നത് ധാരാളം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് സംഗീതജ്ഞർ, പാട്ടുപാടുന്നവർ, ഗായകർ ഈ രംഗത്ത് വിശുദ്ധ സിസിലിയുടെ മാധ്യസ്ഥമാണ് അപേക്ഷിക്കുന്നത്. മനോഹരമായ ദേവാലയ സംഗീതം, അതിനെ കവച്ചു വെക്കാൻ ഒരു സംഗീതത്തിന് സാധിക്കുകയില്ല. മനോഹരമായ ദേവാലയ സംഗീതം മുഴുവനും വിശുദ്ധിക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. ആ വിശുദ്ധിയോടുള്ള ആദരവ് സഭ ഇങ്ങനെ സൂക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ നവംബർ 22-ാം തീയതി പ്രത്യേകമായിട്ട് ദേവാലയങ്ങളിൽ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉണ്ടാകും. ലോകമെങ്ങുമുള്ള സംഗീതജ്ഞർ, ഗായകർ ഒരുമിച്ച് ചേർന്ന് വിശുദ്ധയെ പ്രകീർത്തിക്കാറുമുണ്ട്. അങ്ങനെ അവൾ ആദരിക്കപ്പെടുകയാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 2000 വർഷങ്ങൾ ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ആദരിക്കപ്പെടുന്നത് ആ ധീരമായ രക്തസാക്ഷിത്വത്തിൻ്റെ വലിയ അടയാളമാണ്. ആഗോളസഭ ഏറ്റവും പ്രാധാന്യത്തോടെ വണങ്ങുന്ന രക്തസാക്ഷികളിൽ ഒരാളാണ് വിശുദ്ധ സിസിലി. അവളുടെ മാധ്യസ്ഥവും ജീവിത മാതൃകയും വിശ്വാസ തീഷ്ണതയും അന്നും ഇന്നും ഒന്നുപോലെ പ്രസക്തമാണ്. ജീവിച്ചിരിക്കുമ്പോഴും രക്തസാക്ഷിത്വം വരിച്ച ശേഷവും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. കന്യകമാർക്കും തങ്ങളുടെ സംഗീതസിദ്ധി ദൈവസ്നേഹം പങ്കുവെക്കുന്നതിനായി വിനിയോഗിക്കുന്നവർക്കും വിശ്വാസത്തിൽ ആഴപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്കും ഒന്നുപോലെ പ്രചോദനം പകരുന്ന ജീവിതമാണ് വിശുദ്ധ സിസിലിയുടേത്. വിശുദ്ധ സിസിലി കുടുംബജീവിതത്തിലാണെങ്കിൽ പോലും ജീവിത നൈർമല്യം ഒരിക്കലും നഷ്ടപ്പെടാതെ കന്യാത്വം സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ വിശുദ്ധ മാത്രമല്ല, കുടുംബാംഗങ്ങളും വിശുദ്ധരായി തീരുകയാണ്. എത്ര മനോഹരമാണ് ബ്രഹ്മചര്യം! ആ ബ്രഹ്മചര്യം കുടുംബത്തിലും കുടുംബജീവിതത്തിലും സാധിക്കും. അതിന് അമൂല്യമായ അർത്ഥമാണ്, സാധ്യതകളാണുള്ളതെന്ന് പഠിപ്പിക്കുകയാണ് വിശുദ്ധ സിസിലിയുടെ ജീവിതം. ജീവിത സാഹചര്യങ്ങളിൽ വഴിതെറ്റാതെ കുടുംബജീവിതത്തിൽ ബ്രഹ്മചര്യത്തിന് അതീവ സ്ഥാനം കൊടുത്തുകൊണ്ട് നൈർമല്യത്തോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ വലിയ രക്തസാക്ഷിണിയുടെ ജീവിത കഥ. നമുക്ക് നമ്മുടെ ജീവിതം പരിശോധിക്കാം. ഈ കാലഘട്ടം വിശുദ്ധിയുടെ പ്രാധാന്യം അപ്രസക്തമാക്കുന്ന സാഹചര്യങ്ങളാണ് അനുദിന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നേരിടുവാൻ സാധിക്കണം. പ്രാർത്ഥനയുടെ ബലത്തിൽ വിശുദ്ധിയുടെ മാധ്യസ്ഥ്യം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് വിശുദ്ധരായിട്ട് ജീവിക്കാം. വിശുദ്ധിയില്ലാത്ത യാതൊന്നും കുടുംബജീവിതത്തിലേക്ക്, വീടിലേക്ക് കൊണ്ടുവരാതിരിക്കുവാൻ അതീവ ശ്രദ്ധയുള്ളവരായിരിക്കാം. അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണെന്ന് വിശുദ്ധ സിസിലിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിച്ചു. നമുക്കും വിശുദ്ധരായി ജീവിക്കാം. കുടുംബജീവിതത്തിലെ ഓരോ നിമിഷവും വിശുദ്ധിയുടെ വഴിയെ യാത്ര ചെയ്ത് നമുക്ക് രക്തസാക്ഷികളാകാം. അതിന് വലിയ വേദനകൾ, കഷ്ടപ്പാടുകൾ നാം സഹിക്കേണ്ടതുണ്ടാകും. വലിയ എതിർപ്പുകൾ നമുക്കുണ്ടാകും. എങ്കിലും അത് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആകുമ്പോൾ ദൈവം 100 ഇരട്ടി പ്രതിഫലം നമുക്ക് നൽകും. വിശുദ്ധ സിസിലിയുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാൻ ഞങ്ങളോടൊപ്പം ചേർന്ന ശാലോം പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശുദ്ധിയുടെ ജീവിതം നയിക്കാം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ നമുക്കും യാത്ര ചെയ്യുവാനുണ്ട്. വെളുത്ത രക്തസാക്ഷിത്വം നമ്മെ കാത്തിരിക്കുന്നു. ഒരുപക്ഷെ ജീവൻ ത്യജിച്ചുകൊണ്ടുള്ള രക്തസാക്ഷിത്വവും. ധീരത കൈവടിയരുത്. രക്തസാക്ഷികൾ
നമുക്ക് മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തുന്നു. നമുക്കത് ഏറ്റെടുക്കാം. സന്തോഷത്തോടു കൂടി നമുക്കും അപ്പസ്തോലനെ പോലെ പറയാം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകുമെന്ന്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിറമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.